ഇന്ന് എന്തായാലും ഭയങ്കര ഒരു എന്താ പറയാ ആങ്സൈറ്റി ഡേ അല്ലല്ലേ. നമ്മുടെ ബിഗ് ബോസിന്റെ ഫിനാലെയാണ്. ആരായിരിക്കും കപ്പടിക്കുക? ശരിക്കും പറഞ്ഞതൊക്കെ ഭയങ്കര സിമ്പിൾ. ഇതിലിപ്പോൾ നമുക്ക് എന്ത് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നത്? പക്ഷെ അങ്ങനെയല്ല. എന്നാലും ഒരുപാട് അല്ലേ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 100 ഡേ ചലഞ്ചിങ് കഴിഞ്ഞ് അതിൽ നിന്ന് നമ്മുടെ പ്രേക്ഷകർ വോട്ട് ചെയ്ത് അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ അവർ ഫേസ് ചെയ്ത് എന്താ പറയുക ചളി വാരി എറിഞ്ഞ് അവരൊരു പോസിറ്റീവ് ലെവലിലേക്ക് എത്തുന്നൊരു അവരുടെ ഒരു മില്യൺ എയർ ഗോളാണ് നമ്മളവിടെ കാണുന്നത്. അവർ ബ്രോക്കൺ ബ്രെയിനിൽ നിന്നാണ് അവരൊരു മില്യൺ എയറിലേക്ക് പോകുന്നത് അല്ലേ. ബിഗ് ഒരു അപ്ഡേഷൻസ് ആണ്. കാരണം നമുക്കറിയാം ഒരുപാട് പേർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സെലിബ്രിറ്റീസ് മാത്രമല്ല, ഇത്രയും കഴിവുള്ള ആളുകൾ അല്ലാതെയും ഒരുപാട് പേര് നമ്മുടെ പബ്ലിക്കിലുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ബിഗ് ബോസ് കഴിവുള്ള ഒരുപാട് പേരെ കണ്ടെത്തി അവരെ, കാരണം പ്രായം ഒന്നും നോക്കാതെ വളരെ ടാലൻ്റ് ആയിട്ടുള്ള ഒരുപാട് മനുഷ്യർ നമ്മുടെ ഈ ഒരു ഇതുണ്ട്. കാരണം ആ ഒരു പ്രോഗ്രാം അതിലേക്കൊക്കെ വരുന്ന പോലെ തന്നെ ബിഗ് ബോസിലേക്ക് വളരെ ടാലൻ്റ് ആയിട്ടുള്ള ഒരുപാട് എന്താ പറയുക പോപ്പുലർ ആവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആവേണ്ട ആളുകളൊക്കെ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ തീർച്ചയായും അടുത്ത ബിഗ് ബോസിൽ ഇതുപോലെ പുതിയ പുതിയ കലാകാരനെയും കലാകാരികളെയും കൊണ്ടുവരാൻ ബിഗ് ബോസ് ശ്രദ്ധിക്കണം. പിന്നെ ഒപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ രേണു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും സ്ട്രഗിൾ ചെയ്ത ഒരാളല്ലേ. ഒരാളെ ബോഡി ഷെയ്മിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് ബോഡി ഷെയ്മിങ് അനുഭവിച്ച ഒരാൾ വേറെ ഉണ്ടാവില്ല അല്ലേ. രേണുസുതി അനുഭവിച്ച ബോഡി ഷെയ്മിങ്ങിന് ഒരു കണക്കൂല. പക്ഷെ ആ ബോഡി ഷെയ്മിങ്ങും ആ ഒരു നെഗറ്റീവ് റിവ്യൂസും ആയിരുന്നു അവരുടെ ലൈഫിന്റെ സക്സസ് ജേണി എന്നുള്ളത്. മുമ്പ് അവർ പറഞ്ഞ പോലെ പൈസ ഇടാൻ അവർക്ക് പറ്റില്ലായിരുന്നു, അല്ലെങ്കിൽ അവർ ഗൂഗിളിൽ കൃത്യമായൊരു എമൗണ്ട് അവർക്ക് ഭയമായിരുന്നു. പക്ഷെ ഇന്ന് അവർക്ക് പൈസ ഇടാൻ പോലും സമയമില്ലാത്തൊരു ലെവലിലേക്കാണ്. ഒരാളുടെ ഏറ്റവും വലിയ സക്സസ് നമ്മളുടെ ഫിനാൻഷ്യലി സ്റ്റേബിളാണ്. അതുപോലെ ഓരോ ആക്ടേഴ്സും, അതുപോലെ നമ്മൾ പറഞ്ഞ നൂറ, മറ്റേ ആദില, ഒരുപാട് പേര് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒരാളെ പേഴ്സണലി ഹരാസ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പബ്ലിക്കിന്റെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ പറയുന്ന ആളുകൾ ചിന്തിക്കുന്നില്ല അവരുടെ സമയദോഷം, അവരുടെ കഷ്ടകാലം കൂടാണെന്നും നമ്മളിൽ ഒരട്ട ശേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരട്ട അത് അവരുടെ ദോഷം. നമ്മൾ ആ ഒരാളെ പറ്റി എന്തെങ്കിലും പറയുമ്പോൾ അവരുടെ ദോഷമാണ് നമ്മൾ പിടിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ അവരെ കഷ്ടകാലമാണ് നമ്മൾ മേടിച്ചെടുക്കുന്നത്. ഇപ്പൊ ഞാനൊരാളെ കുറ്റം പറയുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്നല്ലേ, അയാളുടെ കഷ്ടകാലം ഞാൻ മേടിച്ചെടുക്കുകയാണ്. ആക്ച്വലി നമ്മുടെ പോസിറ്റീവ് എനർജി കളഞ്ഞ് നമ്മൾ നെഗറ്റീവ് എനർജി അബ്സോർവ് ചെയ്യുന്നു. അവർക്കുള്ള നെഗറ്റീവ്സോ ഇവർ രേണുസുതി തന്നെ നോക്കൂ, എത്രയോ സ്ട്രഗിളിലൂടെ കടന്നുപോയ കുട്ടി എല്ലാവരും കൂടി അവരെ പൊങ്കാലിട്ട് അവരെ ബോഡി ഷെയ്മിങ് ചെയ്ത് മെന്റലി ഒക്കെ അവരെ ഭയങ്കരമായിട്ട് ഹരാസ്മെന്റ് ചെയ്തു. പക്ഷെ അവരെല്ലാ കഷ്ടകാലം മാറി. ലക്ഷ്മി അവരെ വീട്ടിലോട്ട് പോയി. ഏത് ലക്ഷ്മി? നമ്മുടെ ലക്ഷ്മി നക്ഷത്രമല്ല, മഹാലക്ഷ്മി, നമ്മുടെ ദേവി, നമ്മുടെ ഭഗവതി അവരെ വീട്ടിലോട്ട് പോയി. ലക്ഷ്മി എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ചാടിപ്പോണ്ട കാര്യമുണ്ട്. നമ്മുടെ ലക്ഷ്മി നക്ഷത്രം ഒരിക്കലും അല്ല. ലക്ഷ്മിയും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇൻഡസ്ട്രി വന്നൊരു കുട്ടിയാണ് നമ്മുടെ ലക്ഷ്മി നക്ഷത്രം. അപ്പോൾ എപ്പോഴും അവൾക്കും അതുപോലെ തന്നെ ഒരുപാട് സ്ട്രഗിളൊക്കെ ഫേസ് ചെയ്യാറുണ്ട്. എന്തായാലും ബിഗ് ബോസിൽ ഇന്നത്തെ ഫിനാലെ നമ്മൾ ഭയങ്കര ആങ്സൈറ്റിയാണ്. പൊതുവെ ഞാനിതൊന്നും കാണുന്ന ഒരാളായിരുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി നമ്മളിങ്ങനെ അപ്ഡേഷൻസും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നമ്മൾ അപ്ഡേറ്റഡ് അല്ല എങ്കിൽ നമ്മൾ പഴയ നോക്കിയ ഫോൺ മറന്ന പോലെ എല്ലാവരും മറയും അല്ലേ. നമ്മളുടെ ആദ്യത്തെ ഫോൺ ഏതായിരുന്നു? നോക്കിയ അല്ലേ. നോക്കിയ ഫോൺ ഭയങ്കര സൂപ്പറായിരുന്നു. പക്ഷെ അവർക്ക് എന്താ പറ്റിയ കാലഘട്ടങ്ങൾ അനുസരിച്ചിട്ട് അവർ ആൻഡ്രോയിഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ അവർ സമയം കണ്ടില്ല. അവർക്ക് തോന്നി അതാണ് എപ്പോഴും ബെസ്റ്റ് എന്നുള്ളത്. അവിടെ പല പല ബ്രാൻഡുകളും ഡെവലപ്പ് ചെയ്ത് വന്നു. അതുപോലെ തന്നെയാണ് നമ്മളുടെ കനോൺ. അപ്പൊ അതും ഇതേപോലെ തന്നെയാണ്. അവിടെയും അവരെന്ത് ചെയ്തു, അപ്ഡേഷൻസിന് അവർ അധികം ഇതൊക്കെ മതി, ഇതൊക്കെയാണ് എന്നുള്ള ബ്രോക്കൺ ബ്രെയിനായിട്ട് നടന്നു. അവിടെ സംഭവിച്ചത് എന്താ, സോണി പോലത്തെ വലിയ വലിയ ബ്രാൻഡുകൾ അവിടെ അപ്ഡേഷൻസ് ആയിട്ട് വന്നു. അങ്ങനെ പല പല കാര്യങ്ങളിലും നമ്മൾ അപ്ഡേഷൻസ് ഇല്ലെങ്കിൽ നമ്മൾ ബ്രോക്കൺ ബ്രെയിനായിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് ലൈഫിൽ എവിടെ എത്താൻ പറ്റില്ല. നമ്മൾ ബില്യനെയർ മൈൻഡിലേക്ക് പോകാന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഇന്നത്തെ ഒരു ബില്യനെയർ, അതായത് നമുക്കിന്ന് നോക്കാം ആരാണ് നെക്സ്റ്റ് ലെവലിൽ. എന്തായാലും ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ നമ്മുടെ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഒപ്പം നമുക്ക് മാത്രം തരുന്ന കുറേ എനർജി ഉണ്ട് ദൈവം, നമുക്ക് മാത്രം തരുന്ന കുറേ ബ്ലെസ്സിങ്സ് ഉണ്ട് ദൈവം. അത് പരമാവധി നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് ബ്ലാക്ക് ഐസ് വരാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ. നമുക്ക് ബാക്കി ബിഗ് ബോസിന് ശേഷം വീണ്ടും ബൈ. അപ്പം ഞാൻ ഇതുവരെ അങ്ങനെ ബിഗ് ബോസിന് വേണ്ടി വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറയാനൊന്നും വരാറില്ല. പക്ഷെ ഇന്ന് ആദ്യമായിട്ടാണ് ഇത്രയും വർഷം ഞാൻ ഈ കാരണം ഒരുപാട് കുട്ടികളൊക്കെ ബിഗ് ബോസിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും ജാനു. പക്ഷെ ഇന്നത്തെ ഒരു ഫിനാലയിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു ആങ്സൈറ്റി. കാരണം എല്ലാവരും ഇങ്ങനെ ചിക്കിപ്പറക്കി നോക്കുന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം അല്ലേ ഫിനാലെ. ബൈ.